ഹലോ, ഇന്നലെ നാട്ടിൽ നിന്ന് വരുമ്പോൾ കുറച്ച് ചീര കൊണ്ടുവന്ന് തന്നെയാണ്. അത് മുറിച്ചിട്ട് അതിൻ്റെ ബാക്കിയുള്ളത് ഞാൻ ഒരു ചാക്കിൻ്റെ അകത്ത് കുത്തി വെച്ച് ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ട്. അതിൻ്റെ അടുത്ത് അച്ഛൻ്റെ പയറും കാര്യങ്ങളെല്ലാം ഉണ്ട്. എന്തായാലും അത് കഴിഞ്ഞ് മതി ബാക്കി പണിയെന്ന് എൻ്റെ തുടക്കലും അടിച്ചു വാരലും അങ്ങനത്തെ പരിപാടിക്കെല്ലാം പോയി. ചെടി നടാൻ വേണ്ടി ലച്ചൂട്ടിനെയും കൂട്ടിനി. അതുകൊണ്ട് അകത്ത് മൊത്തം ചളിയും മണ്ണെല്ലാം വാരിയിട്ടാണ് വന്നിനി. അത് കഴിഞ്ഞ് ഓളെ കുളിപ്പിച്ച് ഉറക്കിയിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു. അപ്പം തന്നെ ഏകദേശം 11 മണിയെല്ലാം കഴിഞ്ഞിനി. പിന്നെ ഉച്ചത്തേക്കുള്ള ചോറിൻ്റെ പരിപാടി തുടങ്ങി. കറിയെല്ലാം വെച്ച് കഴിഞ്ഞ് ചോറെല്ലാം വെക്കാൻ മറന്നുപോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. എൻ്റെ കൂട്ടത്തിൽ വേറെ ആരെങ്കിലും ഉണ്ടോ നമുക്ക് കാണാമല്ലോ. ഒരു ചേഞ്ചും ഇല്ലാത്ത പരിപാടിയാണ് ഇതല്ലേ, ചോറ് വെക്കലും കറി വെക്കലും എന്നുള്ളതല്ലോ. ചില ദിവസം ഉച്ചയാകുമ്പോൾ വെച്ചിട്ട് രാത്രിക്കും ഉച്ചക്കും ആ ചോറ് തന്നെ എടുക്കും. വീട്ടിൽ നിന്ന് വരുമ്പോൾ അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കുറച്ച് വെണ്ടയ്ക്കയും കോവയ്ക്കയും ചീരയും അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞാൻ പറിച്ചുകൊണ്ട് ഇങ്ങ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി വെണ്ടയ്ക്ക ഞാൻ മുറിച്ച് വറവാക്കാമെന്നല്ലോ വെച്ചിട്ട് എല്ലാ പണിയും കഴിഞ്ഞ് ലച്ചൂട്ടീനെ വിളിക്കാമെന്ന് വിചാരിക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കയറി വന്നിട്ട് വെള്ളം വേണമെന്ന് അതിൻ്റെ കരയുന്ന. എന്തായാലും ഓളെ ഞാൻ സോപ്പിട്ട് കുറച്ച് മിച്ചറെല്ലാം കൊടുത്തിട്ട് അവിടെ ഇരുത്തിയിട്ടുണ്ട്. ഓളതും തിന്നുകൊണ്ടിരിക്കലാന്ന്. അതിൻ്റെ ഇടയിൽ വേണം എനിക്ക് കറിയെല്ലാം വെക്കാൻ വേണ്ടിയിട്ട്. എനക്കൊരു പണിയില്ലാണ്ട് ഞാൻ വെറുതെ കുത്തിരിക്കുന്ന സമയത്ത് ഓൾ ഉറങ്ങും കേട്ടോ. എനക്കെന്തെങ്കിലും പണിയുണ്ടെങ്കിൽ ഓൾ എന്തായാലും ആ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ടാവും. ഇന്നാണെങ്കിൽ ഓൾക്ക് നല്ലോണം ഉറങ്ങാം. വീട്ടിൽ വേറെ ആരുമില്ല, ഒച്ചയും ബഹളവും ഒന്നുമില്ല. എന്നാലും ഓൾ എന്നെ പണിയെടുക്കാൻ വിടാണ്ടിരിക്കാനാന്ന് തോന്നുന്നു വേഗം എണീച്ച് പാഞ്ഞിങ്ങ് വന്നിനി. സാരമില്ല, ഓൾ എണീച്ച് വന്ന് കുരുത്തക്കേടാക്കുന്നെന്ന് വെച്ചിട്ട് നമുക്ക് അടുക്കളയിൽ കയറാണ്ട് ഫുഡ് ഉണ്ടാക്കാണ്ടിരിക്കാനൊന്നും പറ്റൂലല്ലോ. ഇതിൻ്റെ ഇടയ്ക്ക് 100 സംശയങ്ങളായിട്ടാണ് ലച്ചൂട്ടി വരുന്നത്. ഞാൻ ഒറ്റ വെള്ളമൊന്നും ചേർക്കാണ്ട് നല്ലോണം വറ്റിച്ചിട്ടുള്ളൊരു വെണ്ടക്ക വറവാക്കി വെക്കുന്നുണ്ട്. പച്ചക്കറിയൊന്നും എല്ലാവർക്കും ഇഷ്ടമല്ലെങ്കിലും നാടൻ സാധനങ്ങളെല്ലാം കാണുമ്പോൾ നമുക്ക് കൊണ്ടുവരാണ്ടിരിക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇന്ന് ഉച്ചത്തേക്ക് മീൻകറിയും വെണ്ടക്ക വറവും പിന്നെ കുറച്ച് സോയാബീൻ പൊരിച്ചതുണ്ടേനു. ഞാൻ വെച്ചെന്നാൽ അതും കൂടി വെച്ച് ഒപ്പിക്കാം. ഞാൻ കറിയെല്ലാം വെച്ച് ചോറുന്ന സമയത്ത് ഷൈനോട് ഞാൻ ചോദിക്കലുണ്ട് നാളെ എന്നാൽ കറി വെക്കേണ്ടതെന്ന്. നമ്മളെ വീട്ടിൽ കുറേ ആളുള്ളതുകൊണ്ട് എന്തായാലും വെക്കാണ്ടിരിക്കാൻ പറ്റൂല. നമുക്ക് ഒപ്പിക്കൽ പരിപാടിയൊന്നും നടക്കൂല. ഇതെല്ലാം കൂട്ടി ഒരു അടിപൊളി ചോറും തന്ന് ഒരു 5 മിനിറ്റ് ഇരിക്കാമെന്ന് വെച്ചാൽ വിടൂല ലച്ചൂട്ടി, ഇനിയും ഉറങ്ങൂല. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ ആയി നാളെ കാണാം. ടാറ്റ ബൈ, സീ യു.